ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങളോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു പോകും. എന്നാൽ തന്നെയും എനിക്ക് അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും അതേ ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കഥ പറയുകയാണ്. അത് സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോമാറ്റിലാണെങ്കിലും ഞാൻ കഥ പറയാനാണ് ശ്രമം. അതുകൊണ്ട് എനിക്ക് കംപ്ലയിൻസ് ഉണ്ടായിരുന്നില്ല. ഓരോ സമയത്തും നമ്മൾ 2001 നിർവ്വാഹനം തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെയും ഐ തിങ്ക് അതിനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നതും. ദൈവം സഹായിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമ്പയിൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആൾക്കാർ അക്രോസ് ദ ഗ്ലോബ് വർക്ക് ചെയ്യാൻ പറ്റി. അത് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ടൈമിലാണെങ്കിലും റൈറ്റേഴ്സ്, DOP, അങ്ങനെ നമുക്കങ്ങനെ ധാരാളം അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റിയും എക്സ്പീരിയൻസും ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഇടയിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വേറൊരു കമേഴ്ഷ്യൽ വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരും എന്നൊരു സർവൈവ് ചെയ്യാൻ പാടുപെട്ടോ? ശരി, പാടുപെട്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് ചെയ്തു എന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ചെറുപ്പമാകുമ്പോൾ നമുക്ക് മേളിൽ ആകാശവും താഴെ ഭൂമിയും. ദൈവം സഹായിച്ച് നമുക്ക് വേറെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകാനും, നമുക്ക് ഒരു ജോലി ഫൈസറിൽ ആ സമയത്ത് വളരെ യങ്ങായിരിക്കുമ്പോൾ 21-22 വയസ്സുള്ള സമയത്ത് നല്ല ശമ്പളത്തോട് ഒരു ജോലി വിട്ടിട്ട് നമ്മൾ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ അന്നൊന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തോട്ട് എത്താൻ വീട്ടിൽ എതിർപ്പ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അച്ഛനെ തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്തിൽ ഞാൻ ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണം എന്ന് പറഞ്ഞാലും നടക്കുന്ന കേസുകളെ അല്ല. കാര്യം വളരെ സ്ട്രോങ് അക്കാഡമിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു SD കോളേജിൽ. അമ്മ അതെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തതാണ്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണ് ഞാൻ വിജയേട്ടൻ്റെ കൂടെയൊക്കെ. അപ്പം ഞാൻ ജോലി വിട്ടെന്നും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതൊക്കെ അച്ഛനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് കാണും ആ സമയത്ത്. പക്ഷെ ലൂസാറിന്റെ കൂടെയൊക്കെ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ ഉണ്ടായിരുന്നില്ല. അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മ എപ്പോഴും സിനിമ ഉണ്ടോ? പിന്നെ അമ്മയ്ക്ക് എന്നെ എന്താ പറയുക, സാധാരണ ഏതൊരു അമ്മയ്ക്കും തോന്നുന്ന പോലെ ആദ്യം നമ്മൾ സ്ക്രീനിൽ കാണുമ്പം, അതും ലാലേട്ടൻ്റെ ഒക്കെ ഒപ്പം സ്ക്രീൻ നമ്മൾ ആക്ച്വലി ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നൊരു വല്ലാത്തൊരു തരം വികാരം പ്രകടിപ്പിച്ചു. പക്ഷെ അതേപോലെ അവസാനം ഇടിച്ചുകൂട്ടി ഡിക്കയിലിടുമ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വിഷമം അന്ന് പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പം വളരെ സന്തോഷമാണ്. സന്തോഷവതിയാ. അതെ അതെ, ഭയങ്കര ഹാപ്പിയാണ്.